ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 8ാം ക്ലാസ് കേരള പാഠാവലിയുടെ മൊഴിയഴക് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട പാഠഭാഗ പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ അതിൽ ഒരു ചോദ്യം വിട്ടുപോയിരുന്നു. ആസ്വാദനാംശം വിശദമാക്കാം എന്ന ചോദ്യമാണ് വിട്ടുപോയത്. അത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നത് ജയശ്രീ കെ പ്രകാശ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് അക്കൗണ്ടിൽ നിന്നുള്ള കമൻ്റ് ആണ്. ആ കമൻ്റ് ഞങ്ങൾ വളരെ ഗൗരവമായി തന്നെ എടുക്കുന്നു. ജയശ്രീ കെ പ്രകാശ് നമ്മുടെ കുട്ടിയാണോ, കുട്ടിയുടെ രക്ഷകർത്താവാണോ എന്നറിയില്ല. ആരാണെങ്കിലും ക്ലാസ് വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചതുകൊണ്ടാണ് ആ തെറ്റ് കണ്ടുപിടിക്കാൻ സാധിച്ചത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം വീഡിയോ ആയി തന്നെ ഇവിടെ ഇടുകയാണ്. അതോടൊപ്പം തന്നെ ജയശ്രീ കെ പ്രകാശിനോട് നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. തുടർന്നും വീഡിയോകളെല്ലാം ശ്രദ്ധയോടുകൂടി കാണുക. ഇതേപോലെ ഞങ്ങൾക്ക് സംഭവിക്കുന്ന പിഴവുകൾ, തെറ്റുകുറ്റങ്ങൾ എന്നിവയും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളായി തന്നെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി ആ വിട്ടുപോയ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ നൽകുകയാണ്. ശ്രദ്ധിക്കുക. ചോദ്യം ഇതായിരുന്നു: അക്കരിയൂതി പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി, ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടിവിടർന്നിടും ജീവിതങ്ങൾ. നിമിഷം എന്ന കവിതയിലെ വരികൾ ചിലതൊക്കെ പറയാതെ പറയുന്നില്ലേ? ഇത്തരം ആഖ്യാനം കവിതയെ എങ്ങനെയെല്ലാം സുന്ദരമാക്കുന്നു. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ആസ്വാദനാംശം വിശദമാക്കൂ. ഉത്തരം പറയുകയാണ്. ഈ വരികളുടെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം, അതായത് പുറമേക്കുള്ള അർത്ഥം, സൂര്യൻ കെട്ടുപോയി കരിക്കട്ടയായി തീർന്നാലും അതിനെ തിരികെ കനലാക്കി മാറ്റാനുള്ള കഴിവ്, അതായത് എന്തും സൃഷ്ടിക്കാൻ പ്രാപ്തി മനുഷ്യനുണ്ട്. മനുഷ്യ ജീവിതത്തിൽ ചൂടും തണുപ്പും മാറി മാറി വരും. എന്നാലും ജീവിതം പിന്നെയും മുന്നോട്ടു പോകും എന്നാണ് ഇതിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. മനുഷ്യർക്ക് ജീവിതത്തിൽ എത്ര വലിയ തിരിച്ചടികൾ നേരിട്ടാലും പിന്നെയും ജീവിതത്തെ നേരെയാക്കി തീർക്കാനും ജീവിതത്തിലെ ദുഃഖങ്ങളെയും സുഖങ്ങളെയും ഒരുപോലെ സ്വീകരിച്ചുകൊണ്ട് ജീവിതം തുടരാനും സാധിക്കും എന്നാണ്. മനുഷ്യരുടെ ഉള്ളിലെ ആത്മധൈര്യവും പ്രത്യാശയുമാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. ഒന്ന് പോയാൽ മറ്റൊന്ന് നേടാം എന്ന് സ്വയം ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഇതിന് സമാനമായ ആശയമുള്ള വരികൾ ഈ കവിതയിൽ തന്നെയുണ്ട്. ജീവിതത്തിൻ പഴംപൂക്കൾ കൊഴിഞ്ഞാൽ തീവിധമുള്ള ചിറകടിയാൽ നൂറായിരം പരിണാമ നൂതന ഭംഗികൾ മുട്ടിടുന്നു എന്ന വരികളിൽ കവി പങ്കുവെക്കുന്നതും മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ തന്നെയാണ്. നിമിഷം എന്ന കവിത മനുഷ്യജീവിതം എത്ര നിസ്സാരമാണെന്നും അതിൽ അപ്രതീക്ഷിതമായി പലതും നടക്കുമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മുടെ കടമയെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കവി. അദ്ദേഹത്തിന് മനുഷ്യരുടെ ശുഭാപ്തി വിശ്വാസത്തിലും ആത്മധൈര്യത്തിലും വളരെയധികം പ്രതീക്ഷയുണ്ട്. ഇതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. ഇത്തരത്തിൽ ചോദ്യം വിട്ടുപോയതായി ചൂണ്ടിക്കാണിച്ച ജയശ്രീ പ്രകാശിനോടുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. തുടർന്നും വീഡിയോകൾ കാണുക, നന്നായി പഠിക്കുക.